MSMEകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പുതുജീവൻ നൽകുന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പുതിയ ബജറ്റ്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭകർക്ക് വലിയ ആശ്വാസമേകുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട്. ഈ വ്യവസായങ്ങളുടെ മാനുഫാക്ചറിംഗ് ശേഷി വികസിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. MSME രംഗത്ത് നിർണായക ചുവടുവയ്പ്പിനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. MSMEകൾക്ക് വായ്പ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് ലോൺ കവറും ചെറുകിട ബിസിനസ് ക്രെഡിറ്റ് കാർഡും ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെയാണ് MSME കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നാണ് MSMEയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഈ മേഖല 8% സംഭാവന ചെയ്യുന്നത്. നിർമ്മാണ മേഖലയിൽ 45%, രാജ്യത്തിന്റെ കയറ്റുമതിയിൽ 40% സംഭാവന ചെയ്യുന്നുണ്ട് MSME മേഖല. MSMEകളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കത്തിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്. MSME സംരംഭങ്ങൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിരക്ഷ 5 കോടിയിൽ നിന്ന് 10 കോടിയാക്കി ഉയർത്തിയാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇതിലൂടെ സംരംഭകർക്ക് വലിയ വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാകും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ അധിക വായ്പ ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൈക്രോ ബിസിനസ്സുകാർക്ക് എളുപ്പത്തിൽ ക്രെഡിറ്റ് ആക്സസ് ലഭിക്കും. MSME മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. 100 കോടി വരെയുള്ള വായ്പകൾക്ക് മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം 60% ഗ്യാരണ്ടി കവറേജ് നൽകും. 100 കോടി രൂപ വരെയുള്ള വായ്പാ ഗ്യാരണ്ടിയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകളിലൊന്ന്. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 75% ഉപകരണങ്ങൾക്കോ യന്ത്രങ്ങൾക്കോ വേണ്ടി നീക്കിവെക്കും. 50 കോടി രൂപ വരെയുള്ള വായ്പകൾ 8 വർഷം വരെ തിരിച്ചടയ്ക്കാൻ സാധിക്കും. 2 വർഷം വരെയുള്ള തിരിച്ചടവുകൾക്ക് മൊറട്ടോറിയവും ഉണ്ട്. ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്കും ഡീപ് ടെക്നോളജികൾക്കും വേണ്ടിയുള്ള 30,000 കോടി രൂപയുടെ ഫണ്ട് ഇന്ത്യയുടെ ഇന്നവേഷൻ എൻവയോൺമെന്റിന് പുതുജീവൻ നൽകുന്നതാണ്. പ്രാരംഭഘട്ട സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായുള്ള നിലവിലെ ഫണ്ടിന് പുറമെ സ്റ്റാർട്ടപ്പുകൾക്കായി 10,000 കോടി രൂപയുടെ ഫണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളെ കൂടുതൽ പിന്തുണയ്ക്കുന്നതിനായി ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം വർദ്ധിപ്പിക്കുമെന്നും ഗ്യാരണ്ടീഡ് കവറേജ് 10 കോടിയിൽ നിന്ന് 20 കോടിയാക്കി ഉയർത്തുമെന്നുമാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ആത്മനിർഭർ ഭാരതിന് കീഴിൽ വരുന്ന 27 ഫോക്കസ് മേഖലകളിലെ വായ്പകൾക്ക് ഗ്യാരണ്ടി ഫീസ് 1% കുറയ്ക്കുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടർ ഗവേഷണം തുടങ്ങിയ നിർണായക സാങ്കേതിക വിദ്യകളിലെ പുരോഗതിക്കായി 20,000 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച 1 ലക്ഷം കോടി രൂപയുടെ നവീകരണ പദ്ധതിയുമായി ഒത്തുപോകുന്നതാണ് ഗവൺമെന്റിന്റെ ഡീപ് ടെക് മുന്നേറ്റം. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾക്കും ഗുണകരമാകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. 100 കോടി രൂപയാണ് ജിയോ സ്പെഷ്യൽ ദൗത്യത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ജിയോ സ്പെഷ്യൽ അടിസ്ഥാന സൗകര്യങ്ങളും ഡാറ്റയും വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണിത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹിരാകാശ UV സ്റ്റാർട്ടപ്പുകൾക്ക് വികസനത്തിന്റെ പ്രയോജനം ലഭിക്കും. ഭൂമിരേഖകൾ, നഗരാസൂത്രണം, അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ രൂപകൽപ്പന എന്നിവയെല്ലാം ആധുനികവൽക്കരിക്കാൻ ഈ ദൗത്യം സഹായിക്കും. വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ കസ്റ്റംസ് തീരുവ 5% നിന്ന് 0% കുറയ്ക്കാനുള്ള തീരുമാനത്തെ സ്പെടെക്സ് സ്റ്റാർട്ടപ്പുകളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലെ മേക്കിംഗ് ഇന്ത്യ മുന്നേറ്റത്തിന് ഇന്ധനം പകരുന്ന 16 പ്രതിരോധ ടെക് സ്റ്റാർട്ടപ്പുകൾ വഴി രാജ്യം പ്രതിരോധ ടെക് ശേഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നൂതന നിരീക്ഷണം തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൈന്യത്തിൽ കാര്യമായ നവീകരണങ്ങൾ കൊണ്ടുവരുന്നതിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നതാകും പുതിയ നവീകരണങ്ങൾ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇന്നവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ്, ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് തുടങ്ങിയ സംരംഭങ്ങൾ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കായുള്ള ഗ്രാന്റുകളും സഹകരണ മാർഗങ്ങളും നൽകിക്കൊണ്ട് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വനിധി പദ്ധതിയുടെ ഭാഗമായി 68 ലക്ഷം തെരുവു കച്ചവടക്കാർക്ക് ബാങ്ക് വായ്പകളും 30,000 രൂപ പരിധിയുള്ള UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡുകളും ലഭ്യമാക്കും. 5 ലക്ഷം സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗ സംരംഭകർ എന്നിവർക്ക് 5 വർഷത്തേക്ക് 2 കോടി രൂപ വരെ വായ്പ നൽകുന്ന പുതിയ പദ്ധതിയും ലഭ്യമാക്കുന്നുണ്ട്. മൊത്തത്തിൽ സംരംഭകരെയും MSMEകളെയും ചെറുകിട ബിസിനസ്സുകളെയും ശക്തിപ്പെടുത്തുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്ന ഒരു ജനകീയ ബജറ്റാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് നിസ്സംശയം പറയാം.